എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പൂ, വന്നിങ്ങു നോക്കുമോ വാർത്തിങ്കളേ. എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പൂ, ഒന്നിങ്ങു നോക്കുമോ വാർത്തിങ്കളേ. പിണങ്ങരുതേ അരുതേ അരുതേ, പുലരാറായി തോഴി. എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പൂ, ഒന്നിങ്ങു നോക്കുമോ വാർത്തിങ്കളേ. എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പൂ, ഒന്നിങ്ങു നോക്കുമോ വാർത്തിങ്കളേ. എതിരേൽക്കാൻ ഞാനരികിലില്ലേ. എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പൂ, ഒന്നിങ്ങു നോക്കുമോ വാർത്തിങ്കളേ. പിണങ്ങരുതേ അരുതേ അരുതേ, പുലരാറായി തോഴി. എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പൂ, ഒന്നിങ്ങു നോക്കുമോ വാർത്തിങ്കളേ. വെരി ഗുഡ് മോനെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓർക്കസ്ട്ര സൂപ്പർ. നന്നായിരുന്നു മോനെ. നല്ല പാട്ട്. നിങ്ങൾ കൂടുതലും ശ്രദ്ധിച്ച പാട്ടിലാണ്. കാരണം
രോമൊക്കെ എണ്ണീറ്റ് നുള്ള അതെ, രോമം. കാരണം വേറെ ഒന്നുമില്ല, ശിവകുട്ടൻ അറിയാതെ പാടി പോവാ കൂടെ. ജോൺസേട്ടന്റെ ആ കമ്പോസിഷന്റെ ആ എന്താണ് ഒരു ഫ്രെയിം ഉണ്ടല്ലോ, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഈ മനുഷ്യൻ എങ്ങനെയാ ഇത് ഇങ്ങനെ ഇത്രയും ചെയ്തത്. അതിന്റെ ഒരു ചിട്ട അല്ലേ? ചിട്ടയെടുക്കുക. അത് ദേവരാജ മാഷിന്റെ ശിഷ്യനാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ഗുണമുണ്ട് ഒന്ന്. അതെ. പിന്നെ രണ്ടാമത് കൈതപ്രം ചേട്ടൻ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു ദിവ്യ പ്രണയത്തിന്റെ ശരിക്കും. വരികളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. കാരണം പിന്മാളികയിൽ വാഴുമ്പോഴും ആമ്പലിനോട് നീ ഇണങ്ങിയില്ല, അതെ അതെ അതെ. വെറുതെ ഇനിയും പരിഭവമെങ്കിൽ മുഖപടമോടെ മറയരുതേ, മറയരുതേ. വൃശ്ചികക്കാറ്റിൻ കുളിരും ചൂടി ഈ മുക്തരാവിൽ ഉറക്കമാകും. അത് കഴിഞ്ഞ് വരുന്ന വരിയുണ്ട്. അത് ദാസേട്ടൻ പാടിയപ്പോഴത്തെ ആ കോഡ് ചേഞ്ചും കൂടെ വന്നു. അതെ അതെ. എഴുന്നേൽക്കൂ ആത്മസഖി, എതിരേൽക്കാൻ ഞാൻ അരികിലില്ലേ, എത്ര നേരമായി ഞാൻ കാത്തു നിൽപ്പൂ, ഒന്നിഞ്ഞു നോക്കുമോ വാർദ്ധക്യം. ഇതേ കൂടുതൽ എന്താണ് പറയേണ്ടത്? ശരിക്കും. ഏ? അതെ അതെ. ഇത് മനസ്സിലാക്കാൻ സംസാരിക്കണം. പറ്റുന്ന കാമുകിയാണെങ്കിൽ മനസ്സിലാക്കും. മീനുട്ടിയെ പോലെ ചുമ്മാ ഇങ്ങനെ മീനുട്ടിക്ക് വേറൊന്നുമല്ല, ചെങ്കിച്ചക്കര ചോരേ ചാവാക്കാക്കി ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ന്യൂജൻ. എനിക്ക് ഇങ്ങനത്തെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചുമ്മാ ഒരു ഉദാഹരണം വേണ്ടേ? ദയവേതൊന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഉദാഹരണം ആരെ ചൂണ്ടിക്കാണിക്കും? അതെ, അതെ, എനിക്ക് ധൈര്യമായിട്ട് പറഞ്ഞാൽ തിരിച്ചു പറയാത്ത മീനുട്ടിയല്ലേ ഉള്ളൂ. എന്തായാലും ഈ പാട്ട് നമ്മളൊരു പ്രണയ ലോകത്തിലോട്ട് നമ്മളെ കൊണ്ടുപോണ ഒരു സോങ് ആണ്. ഒരു മായാ ലോകത്തേക്ക്. മോൻ പാടി. ഇതിനകത്ത് കുറച്ച് സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ട്. അതായത് ഒന്നിഞ്ഞു നോക്കുമോ എന്നുള്ള നോക്കുമോ ഇല്ലേ എന്ന് പാടിക്കേ. ഒന്നിങ്ങു നോക്കുമോ ആ അത് വരും. ആ ഒടിവ്. വാർത്തിങ്കളി. വാർത്തിങ്കളേ പിന്നെ പിണങ്ങരുതേ അരുതേ അരുതേ ആ വരി ഒന്ന് പാടിക്കുക. അവിടെ ശ്രുതി ഇത്ര പോയിട്ടുണ്ട്. പിണങ്ങരുതേ പിണങ്ങരുതേ അരുതേ അരുതേ പുലരാറായി തോഴി. ഇപ്പൊ കറക്റ്റ് ആയിട്ട് വന്നു മോനെ. നേരത്തെ പാടിയപ്പം ശ്രുതിന്ന് വിട്ടു നിന്നു. അതെ അതെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത് കുറേ പറയണമെന്നുണ്ട്. ഞാൻ തൽക്കാലം ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് പിടിച്ചിരുത്തി ഞാൻ നിർത്തുന്നു. ധ്യാൻകുട്ടാ, എന്താ സാർ? മൊത്തത്തിൽ കേൾക്കാനായിട്ടൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. പിന്നെ മോന്റെ ശബ്ദം ഒരു ഹസ്കി വോയിസ് ആണല്ലോ. അപ്പൊ അതിന്റേതായ ഒരു പ്രത്യേകതയും കൂടി. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ചില സ്ഥലങ്ങളൊക്കെ കുറച്ച് ഓപ്പൺ ആയിട്ട് പാടണം. തുടക്കം മുതൽ അവസാനം വരെ മോൻ ഇപ്പൊ ഒരു ഹസ്കി ടോണിലാണ് പാടുന്നത്. മോന്റെ ഒരു രീതി അങ്ങനെയാണ്, സിംഗിങ് സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പൊ അത് തെളിയിച്ചെടുക്കണം. ചിലപ്പോൾ ശബ്ദം മാറുമ്പോൾ അത് മാറുമായിരിക്കും. ചന്ദ്രികയോളം വിൺമാളികയിൽ, അത് ആ ലൈൻ ഒന്ന് പാടി. ചന്ദ്രികയോളം ആ അതാണ്. അതെ. അതുപോലെ തന്നെ വളരുമ്പോഴും. അതെ, അതൊക്കെ കറക്റ്റ് ആയിട്ട് വരണം കേട്ടോ. അനുപല്ലവിയിൽ അത് ഇത്തിരി പാളിപ്പോയി. ചരണത്തിലും കുറച്ചൊന്ന് ക്ലാരിറ്റി വരാനുണ്ട് ആ ഭാഗത്ത്. വൃശ്ചിക കാറ്റിൻ കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കാം. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ഞാൻ കുട്ടാ, നീ പാടി തെളിയിക്കടാ. എനിക്ക് പറ്റുന്ന നീ പാടി തെളിയിക്ക് മോനെ. ഉത്തരം പാടി ഇനി കൂളി ഞാൻ എന്തോന്ന് പറയാൻ. ഇനിയും അച്ഛനെ ഒരു ടീച്ചറെ വിളിക്കും, ആ ടീച്ചറിനെ ഇനി ഇട്ട് കരയിപ്പിക്കും. അതല്ല നിന്റെ ഉദ്ദേശം? ഏതെങ്കിലും ഒരു ടീച്ചറിനെ, നന്നായിട്ട് ജീവിച്ചോണ്ടിരിക്കുന്ന ടീച്ചറിനെ കരയിപ്പിക്കുക. അത്ര രസമായിട്ട് പാടി. ലാസ്റ്റത്തെ പിണങ്ങരുതേ അതില്ലേ, അതിന്റെ ഇടയിൽ ഒരു ശകലം വിഴുങ്ങിപ്പോയി. അപ്പൊ ഇത്രയും നമുക്ക് പറയാറുള്ളൂ. വിഴുങ്ങരുതേ അരുതേ കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടാണ്. നീ സൂപ്പറായിട്ട് പാടി കേട്ടോ. നല്ല ഫീലും എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ ധ്യാൻകുട്ടാ, today we are giving you 98 out of 100. താങ്ക് യു സാർ. Okay. പറയാതിരിക്കാൻ ആദ്യൊരു ജോൺസേട്ടൻ കൈതപ്രം പൂക്കുട്ടി. താങ്ക് യു സാർ. ഇരിക്കേണ്ട ദാസേട്ടൻ പൂക്കുട്ടി. പറയുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.